ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് സെല്ലിങ്ങിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയിട്ടുള്ളത്. ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് ഓൾ ടൈം ഹൈന്ന് ഒരു സെല്ലിംഗ് പ്രഷറിലാണ് ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഒരു വലിയൊരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആവുകയും മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ബൈയിങ്ങിലേക്കൊന്ന് ബൈയിങ്സിനെ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഒരു ഷാർപ്പ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിന്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാരണം, നമ്മുടെ മാർക്കറ്റ് ഓൾറെഡി ഒരു സെല്ലിങ്ങിലേക്ക് മാറിക്കൊണ്ടിരുന്ന ഒരു ടൈമാണിത്. ഓൾ ടൈം ഹൈ എന്ന് കഴിഞ്ഞ 2-3 ദിവസം മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷറിലാണ് ഉള്ളത് എന്നുള്ളത് ഒരു റീസൺ ആണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതും ഗ്ലോബൽ മാർക്കറ്റിൽ അതൊരു ഓയിൽ പ്രൈസ് ഒക്കെ ഇൻക്രീസ് ആവും എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ മാർക്കറ്റിന് ചെറിയൊരു പ്രഷർ അവിടെയും ആ ഒരു കാരണം രണ്ടാമത്തെ കാരണമായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ മൂന്നാമത്തെ കാരണം FIAയുടെ സെല്ലിംഗ് ആണ്. അതായത് ഇന്ന് തന്നെ 15,000 മുകളിൽ ആണ് അവര് ക്രോറിന്റെ മുകളിലാണ് അവർ സെല്ലിംഗ് ചെയ്തിട്ടുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് സെബി ഇപ്പോൾ കൊണ്ടുവന്ന ചില മാറ്റങ്ങൾ അവർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്. കാരണം അവര് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. അപ്പോൾ സെബി ഒരുപാട് റീറ്റെയിലേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവർക്കത് എഫക്ട് ചെയ്യുന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ അവര് ഭയങ്കര ഹെവി സെല്ലിംഗ് ആണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു റീസൺ മൂന്നാമത്തേതായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഇപ്പോൾ ചൈനീസ് മാർക്കറ്റ് നന്നായിട്ട് അപ്പിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മാർക്കറ്റിലേക്ക്, അതായത് ഇവിടുന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വിഡ്രോ ചെയ്തിട്ട് ചൈന മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള കുറെ റീസണുകൾ കാരണമാണ് ഇപ്പോൾ ഒരു സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ എനിക്ക് തോന്നുന്നത് ഈ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് മാർക്കറ്റിന് ആ ഒരു ലുക്കും ആ ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ നമുക്ക് നോക്കാം വിശദമായിട്ട് മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്. അതുപോലെ ഞാൻ ഇന്നത്തെ ഒരു ചെറിയ ട്രേഡിനെ കുറിച്ചും ഞാൻ അതിന്റെ കാരണത്തെ കുറിച്ചും വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഡെയിലി ക്യാൻഡിലാണിത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് തുടങ്ങിയ ഒരു സെല്ലിംഗ് ആണ്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് തന്നെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു പ്രഷർ വന്നതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഹെവി സെല്ലിംഗ് നമുക്ക് കാണാൻ പറ്റിയത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സെല്ലിംഗ് സിംഗ് നല്ലൊരു സ്ട്രോങ് സെല്ലിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും. ഇത് നമുക്ക് തീർച്ചയായിട്ടും ഇനിയും കുറച്ചുകൂടി സെല്ലിംഗ് പ്രഷറിലേക്ക് തന്നെ മാർക്കറ്റ് കണ്ടിന്യൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് ഒരു ചാർട്ട് എടുത്ത് നോക്കാം. ഇതാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ഹൈ സിംഗ് ഹൈ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് നല്ല സ്ട്രോങ് ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ലെവൽസ് ഡെയിലി ക്യാൻഡിൽ നോക്കാൻ ഈ ഒരു ഹൈയും കൂടി ഇമ്പോർട്ടന്റ് ആണ്. അതായത് 25,000 എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ലെവൽ 25,000 ആണ് നിഫ്റ്റിയിൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് നമുക്ക് എടുക്കാനുള്ളത്. അവിടെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് റിവേഴ്സ് ആകുകയാണെങ്കിൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇനി അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു സെല്ലിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു നിഫ്റ്റിയും കൂടി താഴോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിനെ മാർക്കറ്റ് ഒന്നും കൂടി ടച്ച് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഈ ഒരു സിംഗ് ഇവിടെ ഒരു ചെറിയൊരു സിംഗ് ആയിട്ടുണ്ട്, ഇതും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ അടുത്തേക്ക് വീണ്ടും വരാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത്. നിങ്ങൾ ഒരു ട്രേഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും സെല്ലിങ്ങിലേക്ക് മാത്രം ഇപ്പോൾ ഫോക്കസ് ചെയ്യുക. കാരണം മാർക്കറ്റ് എല്ലാ ദിവസവും നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് സെല്ലിങ് പോകണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ബൈയിങ് ഒക്കെ മാർക്കറ്റിൽ വരികയാണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ബൈയിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ, മാർക്കറ്റ് റിവേഴ്സ് ആകുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലൊക്കെ തന്ന് റിവേഴ്സ് ആകുകയാണെങ്കിൽ സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയായിരിക്കും നല്ലത്. ഇന്ന് അതുപോലെ തന്നെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആയിരുന്നു. മാർക്കറ്റിൽ ഞാൻ എടുത്ത ഒരു ട്രേഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കറിയാം മാർക്കറ്റ് നല്ലൊരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ബൈയിങ് തന്നു, ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ബൈയിങ് സിംഗ് തന്നു.
സോ അത് കഴിഞ്ഞ് മാർക്കറ്റ് ഈ ഒരു റിവേഴ്സ് ആവുന്ന പോയിന്റിലാണ് എന്റെ ട്രേഡ് ഉണ്ടായിരുന്നത്. ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് ചെറിയൊരു പോയിന്റ് മാത്രമേ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ എടുത്തത് 25,600 പുട്ട് ഓപ്ഷൻ ആണ്. അവിടെ പുട്ട് ഓപ്ഷൻ വാങ്ങുകയാണ്. 95 വാങ്ങിയിട്ട് 113 സെൽ ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 3,617 ഒരു പ്രോഫിറ്റ് ആണ് ഞാൻ ഇന്നത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയത്. സോ ഇതിന്റെ ലോജിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചാർട്ടിൽ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്, ഇതാണ് പുട്ട് ഓപ്ഷന്റെ ചാർട്ട് എന്ന് പറയുന്നത്. ഇവിടുന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയിട്ട് ഒരു സെല്ലിങ്ങിലേക്ക് പോകുന്നുണ്ട്. ഒരു ബൈയിങ്ങിലേക്കാണ് ഫസ്റ്റ് പോയത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആകുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് വീക്കാണ്. സോ വീക്ക് ആകുമ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആകുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ സെല്ലിംഗ് സൈഡായിരിക്കും മാർക്കറ്റ് കൂടുതൽ പോസിബിൾ ആയിട്ട് പോവാണ്. സോ മാർക്കറ്റ് വീക്ക് ആയിട്ട് ഇവിടെ നിന്ന് നല്ലൊരു സ്ട്രോങ് സെല്ലിംഗ് തന്നു. ഇവിടെ ഒരു പെട്ടെന്നൊരു ഡോജി ടൈപ്പ് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. തന്നിട്ട് അവിടെ ഒരു പോസ് വന്നിട്ട് പിന്നെയും മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുമ്പോൾ നല്ലൊരു ഡൗൺ സൈഡ് പോകുമ്പോഴാണ് ഞാൻ പുട്ട് ഓപ്ഷൻ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ 95 വാങ്ങിയിട്ട് ഞാൻ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഞാനത് സെൽ ചെയ്ത് മാറി. കാരണം ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. മാർക്കറ്റിൽ ചെറിയൊരു റിവേഴ്സിൽ വന്നാൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ചെറിയൊരു എമൗണ്ട് മാത്രം വെച്ചിട്ടുള്ള ഒരു ട്രേഡ് ആയിട്ട് നടത്തി. പിന്നെ മാർക്കറ്റ് ഈ ഒരു എമൗണ്ട് 350 വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മളെടുത്ത ട്രേഡ് നമ്മളിവിടെ കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഇതാവേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ട്രേഡ് എന്താണോ അത് നമ്മൾ ഫോക്കസ് ചെയ്യുക. മാർക്കറ്റ് ചിലപ്പോൾ പോകും, ചിലപ്പോൾ തിരിച്ചു വരും. അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അടുത്ത ട്രേഡിങ് നമ്മുടെ സൈക്കോളജി അത് ബാധിക്കും. സോ ഇതാണ് എന്റെ ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് 5 മിനിറ്റ് ചാർട്ടിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഫസ്റ്റ്, മാർക്കറ്റ് നല്ലൊരു സെല്ലിംഗാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇനി നോക്കാനുള്ളത് നമുക്ക് മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും നമുക്കൊരു ട്രെൻഡിങ് ഡേ കിട്ടണമെന്നില്ല. ഇന്ന് നല്ലൊരു ട്രെൻഡിങ് ഡേ ആയതുകൊണ്ട് തന്നെ നാളത്തെ മാർക്കറ്റ് ഒരു ചോപ്പി മാർക്കറ്റ് ആയിരിക്കാം. ചിലപ്പോൾ നാളെ വലിയ മൂവ്മെന്റ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. ചിലപ്പോൾ നല്ല മൂവ്മെന്റ് കിട്ടാം, നമുക്ക് ഏതെങ്കിലും പോസ്റ്റ്. പക്ഷെ മിക്കവാറും ഒരു നല്ലൊരു ട്രെൻഡിങ് ഡേ കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് സൈഡ് വൈസോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടായിരിക്കും അടുത്ത ട്രെൻഡിങ്ങിലേക്ക് റെഡി ആവുക. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്കറ്റിന്റെ ലെവൽസുകളൊക്കെ നോക്കുക, മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്നൊക്കെ നോക്കിയിട്ട് വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. നിങ്ങളുടെ ക്യാപിറ്റൽ എപ്പോഴും നിങ്ങൾ സേഫായി വെക്കുക. ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു ട്രെൻഡിങ് ഡേ ആണ് മാർക്കറ്റ് തന്നിട്ടുള്ളത്. ഇനി നാളെ ഒന്ന് റിവേഴ്സ് ആയിട്ട് മാർക്കറ്റ് ബൈയിങ് സൈഡ് മൂവ്മെന്റ് ഒന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ, സെല്ലിംഗ് സൈഡ് പോവുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കുന്നത് മാറിക്കും. അതാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ ഈ വീഡിയോ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.